السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, വിധികർത്താക്കളെ, ആർട്സ് പാക്സിന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്പം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളോടും പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആല കാണിക്കുന്ന കരുണ എത്രയോ ഉന്നതമാണ്. അവനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും അവന്റെ കരുണയുടെ അംശം അവൻ പകർന്നു നൽകുന്നു. കാരുണ്യം എന്ന് പറഞ്ഞാൽ മനസ്സലിവാണ്. മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് 100 റഹ്മത്തുണ്ട്, അതിൽ ഒന്ന് മാത്രമാണ് ഇഹലോകത്തിലേക്ക് ഇറക്കിയത്. ആ കരുണ കൊണ്ടാണ് മനുഷ്യരും ജിന്നുകളും മൃഗങ്ങളും പരസ്പരം കരുണ കാണിക്കുന്നത്. ബാക്കി 99 കരുണയും തന്റെ അടിമകൾക്ക് അന്ത്യനാളിൽ കരുണ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റി വച്ചിരിക്കുകയാണ്. അല്ലാഹു ഈ ലോകത്തിലേക്ക് ഇറക്കിയ 100ൽ ഒരു അംശം കരുണയിൽ ഏറ്റവും കൂടുതൽ കാരുണ്യവാനായി മാതൃക തീർത്തത് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിശേഷണമായി ഖുർആൻ എടുത്തു പറയുന്ന കാര്യം ഇത് തന്നെയാണല്ലോ. ഈ ലോകത്തിനാകമാനം കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്ന വാക്യമാണ്. മറ്റൊരായത്തിൽ കാണാം, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ അവരോട് ഹൃദയ നൈർമല്യതയോടെ പെരുമാറുന്നു. ഈ മനസ്സലിവോട് കൂടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചക തിരുമേനിയെ ഈ പ്രപഞ്ചത്തിലേക്ക് നിയോഗിച്ചത്. ആർദ്രമായ നിലപാടുകൾക്ക് അവിടുത്തെ മനസ്സ് പാകപ്പെടാനുള്ള കാരണം അല്ലാഹുവിന്റെ ഔദാര്യം തന്നെയായിരുന്നു. അതിനാൽ തിരുജീവിതം കാരുണ്യത്തിന്റെ നീരുറവയായി വർത്തിച്ചു. ശത്രുക്കളോട് പോലും അവിടുത്തെ സമീപനം ഇങ്ങനെയായിരുന്നു. ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. യുദ്ധഭൂമിയാണ് രംഗം. ശത്രു സേനാധിപൻ നിരായുധനായി നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. പ്രവാചകന്റെ അനുചരന്മാർ പല ദിക്കുകളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം മഴ പെയ്തതിനാൽ നനഞ്ഞ വസ്ത്രം മരക്കൊമ്പിൽ തൂക്കിയിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്നത്. ഇത് കണ്ട ശത്രു സേനാധിപൻ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് ഉറയിൽ നിന്ന് വാളൂരി അലറിക്കൊണ്ട് ചോദിച്ചു, ഏയ് മുഹമ്മദ്, നിന്നെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ആരാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശാന്തമായി തന്നെ പറഞ്ഞു, എന്നെ രക്ഷിക്കാൻ അല്ലാഹു ഉണ്ട്. ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന അയാളുടെ കൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി കേട്ട് വിറച്ചു. അയാളുടെ കയ്യിൽ നിന്ന് വാൾ നിലത്തു വീണു. ആ വാളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിന്നെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ആരാണുള്ളത്? ശത്രുസേനാധിപൻ പറഞ്ഞു, ആരുമില്ല. നിസ്സാഹനായി തന്റെ മുമ്പിൽ നിൽക്കുന്ന അയാളുടെ ശത്രുവിന്റെ വാൾ തിരികെ നൽകി അയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകാൻ അനുവദിച്ചു. ആ നിമിഷം തന്നെ അയാൾ ഇസ്ലാം സ്വീകരിക്കുകയും തന്റെ ഗോത്രക്കാരുടെ അടുക്കൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാമനസ്കതയെ കുറിച്ച് പറയുകയും അവർക്കിടയിൽ ഇസ്ലാം പ്രചാരകനായി മാറുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം വ്യാപനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിന്റെ സ്വാധീനം പ്രകടമാണ്. കുട്ടികളോട് അവിടുന്ന് കാണിച്ച കരുണയും വാത്സല്യവും പ്രത്യേകം പ്രതിപാദ്യമാണ്. ഒസാമ ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഹദീസ് ഇങ്ങനെയാണ്, നബി എന്നെ ഒരു തുടയിലും ഹസൻ ബിൻ അലിയെ മറ്റൊരു തുടയിലും ഇരുത്തുമായിരുന്നു. എന്നിട്ട് നമുക്കുമേൽ അല്ലാഹുവിനോട് കാരുണ്യം വർഷിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഒരു ഗ്രാമീണ അറബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ കയറി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പേരമകനായ ഹസൻ എന്ന കുഞ്ഞിനെ ചുംബിക്കുകയായിരുന്നു. ആഗതം പറഞ്ഞു, നബിയെ, നിങ്ങൾ ഈ കുഞ്ഞിനെ ചുംബിക്കുകയോ? എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇന്നേ വരെ ഒന്നിനെ പോലും ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, കരുണ കാണിക്കാത്തവരോട് ആരും കരുണ കാണിക്കില്ല. കരുണയുടെ കാര്യത്തിൽ കൊടുക്കുന്നത് മാത്രമേ ലഭിക്കൂ എന്ന സാമാന്യ തത്വം പഠിപ്പിക്കുകയാണ് അവിടുന്ന്. സ്നേഹം ലഭിക്കാതെ വാർദ്ധക്യത്തിൽ വിലപിക്കുന്നവർക്ക് മുമ്പിൽ ഒരു പാഠമാണിത്. കുഞ്ഞുനാളിൽ കുരുന്നുകൾക്ക് സ്നേഹം പകരുക, അതായിരിക്കും ഭാവിയിൽ ഉപകരിക്കുക. മഹ്ശറയിൽ പോലും അവിടുത്തെ കാരുണ്യത്തിന്റെ ചിറകിലാണ് നമ്മുടെ രക്ഷ.
പരലോകത്ത് സർവ്വപ്രവാചകന്മാരുടെ സന്നിധിയിൽ വെച്ച് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ ജനങ്ങൾ അപേക്ഷിക്കുമ്പോൾ അവരെല്ലാവരും തങ്ങൾക്ക് പറ്റിയ സൂക്ഷ്മത കുറവ് കാരണം പറഞ്ഞു കയ്യൊയ്യും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും അപേക്ഷ സ്വീകരിക്കപ്പെടുക നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വെച്ച് മാത്രമാണ്. സുജൂദിൽ വീഴുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എഴുന്നേൽക്കാനും ചോദിക്കുവാനും ശുപാർശ ചെയ്യുവാനും അള്ളാഹു അപേക്ഷിക്കും. ലോക ജനതക്കൊന്നാകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമായി അന്ന് അള്ളാഹു കാരുണ്യം ചെയ്യും. അള്ളാഹു അവിടുത്തെ കാരുണ്യത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.